ഹലോ, ചിക്കൻ വാങ്ങിയാൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കേണ്ട ഒരു ചെട്ടിനാട് ചിക്കൻ ഡ്രൈ ഫ്രൈ ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. വളരെ ക്രിസ്പി ആയിട്ടുള്ളതും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ ചെട്ടിനാട് ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം. 1 കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. ഏകദേശം 25 മുതൽ 28 പീസ് വരെ ഉണ്ടാവും. അതിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒട്ടും വെള്ളമില്ലാതെ നമ്മളിത് മാറ്റി വെക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് ഇതിൽ ബൈൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർക്കാം. കൂടെ 1/2 ടേബിൾ സ്പൂണ് കടലപ്പൊടിയും 1/2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ മുട്ട ചേർത്തത് കൊണ്ട് തന്നെ എല്ലാം നന്നായിട്ട് മസാലപ്പൊടികളും കോൺഫ്ലോറൊക്കെ ഇതിൽ പിടിച്ച് വരും. ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്കിത് മാറ്റി വെക്കണം. മിനിമം ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങളിത് മാറ്റി വെക്കണം. ഇനി ഒരു ഫ്രൈ പാൻ എടുത്തിട്ട്, നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാനാണ് ഞാൻ എടുത്തത്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായാൽ നമ്മൾക്ക് ചിക്കൻ പീസസൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുത്തത്. ഫ്ലെയിം കൂടുതലായിട്ട് നന്നായിട്ട് ചൂട് കൂടുമ്പോൾ നമ്മളിതൊന്ന് വീണ്ടും മീഡിയത്തിലേക്ക് ആക്കിയിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഭാഗം ഇട്ടതിന് ചിക്കൻ ഒരു ഭാഗം ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുന്നുള്ളൂ. അഥവാ നിങ്ങൾ സാധാ പാൻ തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, നോൺ സ്റ്റിക്ക് പാൻ അല്ലെങ്കിൽ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ചിക്കൻ ഇട്ട് കൊടുക്കണം. അതുപോലെ ഇടയ്ക്കിടെ ഇളക്കാനും പാടില്ല. നമ്മളൊരു 3-4 മിനിറ്റ് ഒരു ഭാഗം ആയതിന് ശേഷം മാത്രം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റി വെക്കാം. ഒട്ടും എണ്ണ ഒന്നും കുടിക്കാതെ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ഇതുപോലെ തന്നെ അടുത്ത പീസസും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് ബാച്ചായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തത്, മുഴുവൻ ചിക്കനും. എല്ലാ ചിക്കൻ പീസസും നമുക്കിതുപോലെ ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെക്കണം. ഇനി ഇതേ ഓയിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം നമുക്കിവിടെ വെച്ചിട്ട് ബാക്കി ഓയിൽ നമുക്ക് മാറ്റി വെക്കാം. അതിലേക്ക് ഓയിലൊന്ന് ചൂടായാൽ നമ്മൾ 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കണം. പിന്നെ ഒരു 4-5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും 4 വറ്റൽ മുളകും കുറച്ചധികം കറിവേപ്പില ഇട്ടിട്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. ഈ കടുകും മുളകും ഒക്കെ നമുക്ക് ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ചെട്ടിനാട് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്കതൊരു പ്രചോദനമാണ് പുതിയ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഈസി വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.